സമയം അതിരാവിലെ 6:30. അതിരാവിലെ എന്ന് പറയാൻ പറ്റില്ല, 6:30. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ എൻ്റെ ഒരു ഡയമൈ ലൈഫ് എന്നല്ല, ഒരു ജീവിത ശൈലി, അത് പറയാൻ കാരണം ഞാൻ പറയാം. കുറച്ചാൾ മുമ്പ് നമ്മൾ ഭക്ഷണത്തിൽ യാതൊരു കൺട്രോളും ഉണ്ടായിരുന്നില്ല. പെപ്സി കുടിക്കും, ചായ കുടിക്കും, ഉച്ചകഴിഞ്ഞ് ശരീരമൊക്കെ ചായ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ചായയും കുടിക്കും, കേക്ക് തിന്നും, പിന്നെ ഉണ്ണിയപ്പം കിട്ടിക്കഴിഞ്ഞാൽ ഒരു 5-10 ഒറ്റയടിക്ക് തിന്നും. അങ്ങനെ ഒന്നിനും ഒരു നിയന്ത്രണം നടന്നില്ല. അപ്പം ഞാൻ കാലത്ത് നടക്കാണ് കേട്ടോ. അപ്പോൾ കുറേ നാളെ ഷുഗർ കൊളസ്ട്രോളൊക്കെ ചെക്ക് ചെയ്തിട്ട് അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോഴേ ദൈവമേ, ഷുഗറിൻ്റെ എത്രയെന്ന് അറിയുമോ? 220. അതിന് ഭക്ഷണം കഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോയി, അപ്പോൾ 320, 100 കൂടി. അതായത് നമ്മുടെ ജീവിതത്തിൽ യാതൊരു കൺട്രോളില്ലാണ്ട് നമ്മൾ തോന്നിയ പോലെ ഭക്ഷണം കഴിച്ച് പ്രായത്തിൻ്റെയും ഉണ്ടാവില്ല, പെട്ടെന്ന് ഷുഗർ കയറില്ല. അപ്പോൾ സരിത പറഞ്ഞു നീ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീദേവി ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മരുന്നൊന്നും കഴിക്കേണ്ട, ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യാൻ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കുറച്ച് ദിവസമായിട്ട് യോഗ നടത്തുന്നുണ്ട്. യോഗ ശീലത്തിൽ കുറവായിരുന്നു, അതുകൊണ്ടൊക്കെ കൂടിയിട്ടായിരിക്കും. പിന്നെ ഭക്ഷണത്തിൽ ഈ ഒരു നിയന്ത്രണത്തെ കാരണമായിരിക്കും നമുക്ക് ഇങ്ങനത്തെ ഇത് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ 12-ാം തീയതി, മെയ് 12-ാം തീയതി ഇന്ന് ഡോക്ടറെ കാണാൻ പോയത്. അന്ന് തൊട്ടിട്ട് ഞാൻ എൻ്റേതായ രീതിയിലുള്ള ഒരു കൺട്രോള് സിസ്റ്റം നടപ്പിലാക്കി. വെറും 7 ദിവസം. 12-ാം തീയതി ഞാൻ 11-ാം തീയതി ടെസ്റ്റ് ചെയ്തത്. അപ്പോഴാണ് ഈ പറഞ്ഞ ഈ ഇത് വന്നത്. അത് കഴിഞ്ഞിട്ട് 12, 13, 13, 14, 15, 16, 17, 18, 19 തീയതി ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോയി. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ ശൈലി വെച്ചിട്ട് നോക്കിയപ്പോൾ എൻ്റെ ഷുഗർ 130 മാറി. ഭക്ഷണം കഴിച്ചപ്പോൾ 180. അതായത് 7 ദിവസം കൊണ്ട് എൻ്റേതായ രീതിയിലുള്ള കൺട്രോൾ ഞാൻ ചെയ്യുന്ന ഒരു ശൈലി എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തില്ല കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ഡോക്ടർ പറഞ്ഞത് ഈ വെണ്ടക്കായ തലേദിവസം ഒരു 3 വെണ്ടക്കായ നല്ലപോലെ കഴുകി നല്ല വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. 1 ടീസ്പൂൺ ഉലുവ ഇട്ട് വെച്ചിട്ട് അത് പിറ്റേ ദിവസം കാലത്ത് അത് പിഴിഞ്ഞ് വെണ്ടക്കായ ഇങ്ങനെ അതിലിട്ട് ആ വെള്ളത്തിലാണ് ഞരടി പിഴിഞ്ഞിട്ട് അത് വെറും വയറ്റിൽ കുടിക്കാനാണ് പറഞ്ഞത്. ഷുഗർ പെട്ടെന്ന് നോർമലായി മാറുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാനത് ചെയ്തില്ലേ. ഞാൻ എൻ്റെ കാരണം ചെയ്യാൻ അത് നമ്മളെപ്പോഴും ചെയ്യണമെന്നില്ല. ഞാൻ എൻ്റേതായ രീതിയിൽ ചെയ്തപ്പോൾ ഈ പറഞ്ഞത് വന്നു. കാരണം വെണ്ടക്കായരെ നീര് കഴിച്ചിട്ട് ചിലപ്പോൾ അതായിരിക്കും അതിന് കാരണമെന്ന് ചിലപ്പോൾ വിചാരിക്കുക. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അത് ചെയ്തില്ല. അപ്പോൾ നമുക്ക് ഷുഗറുള്ളവർക്ക് ഞാൻ ചെയ്യുന്ന സാധനങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നല്ല ഉഷാറാവുന്ന എനിക്ക് ഉറപ്പായി. കാരണം ആ 320 വന്ന ടൈമിൽ എനിക്ക് ആകെ ക്ഷീണമായിരുന്നു. അപ്പോൾ ഭയങ്കര ഉഷാറായി. ഞാൻ പകരൊന്നും കിടന്നുറങ്ങാറില്ല ഇത് ചെയ്തതിന് ശേഷം കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാലത്ത് ഇപ്പം എൻ്റെ യോഗ കഴിഞ്ഞു. കാലത്ത് യോഗ 5 മണിക്ക് എനിക്കും എൻ്റെ ശൈലി ഞാൻ പറയണം. കാലത്ത് 5 മണിക്ക് എനിക്ക് കൃത്യമാണല്ല 5 മണിക്ക് യോഗ ചെയ്യും. 3/4 മണിക്കൂറുണ്ട്. പിന്നെ കുറച്ച് നേരം ഈ ഒന്ന് ഒരു 6 മണിയാകുമ്പോൾ ഇന്നിപ്പോൾ നിതിന്മാരുടെ കാരണം ക്യാമറ ഷൂട്ട് ചെയ്യണല്ലേ ഈ പറയുന്നത്. ഷൂട്ടിൻ്റെ കാരണം 6:30 കഴിഞ്ഞു എന്ന് മാത്രം. അല്ലെങ്കിൽ ഞാൻ 5:50, 6 മണിയാകുമ്പോഴേക്കും ഞാൻ നടക്കാറുണ്ട്. 20 മിനിറ്റ് നടക്കും. ഇതിപ്പോൾ ഷൂട്ടിന് കാരണം ഇത്തിരി വേഗത കുറവാണ്. ഞാൻ നടക്കുമ്പോൾ നല്ല സ്പീഡിലാണ് നടക്കുക. കൈയും കാലും വീശി നടക്കും. 20 മിനിറ്റ് നടക്കും കേട്ടോ. 20 മിനിറ്റ് നടന്നു കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ നടത്താൻ കഴിയാറായിട്ടില്ല, നടത്താൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി കാണിച്ചു തരാം. അങ്ങനെ 20 മിനിറ്റ് നേരത്തെ നടത്താൻ കഴിഞ്ഞു. നേരെ കുടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ കുടിലിൽ പോയിട്ട് കഞ്ഞി വയ്ക്കും, കാലത്തിലെ കഞ്ഞി വയ്ക്കും. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ബാക്കിയുള്ള പണിയിലേക്ക് പോണത്. ഈ ഭാഗം ആർക്കും ബാധകമല്ല. അപ്പോൾ ഇവിടെയാണ് കഞ്ഞി വയ്ക്കുന്നത്. എൻ്റെ ചെരുപ്പ് ഇവിടെ തന്നെ ഓലക്കൊടി ഉണ്ട്. അപ്പോൾ പിന്നെ കാലത്ത് ഇവിടെ നിന്ന് തീ കത്തിക്കണം. കത്തിപ്പിടിയാനായിട്ട് കത്തിപ്പിടിയാൻ ഒത്തിരി സമയം പിടിക്കും. കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല അടിപൊളി.
ആ സരിത വെള്ളം കൊണ്ടിട്ടുണ്ട് ഇതിലേക്ക് ഒഴിക്കാനായിട്ട് കലത്തിലേക്ക് ഒഴിക്കാൻ. ചാർലി എവിടെ പോയി അപ്പുറത്തുണ്ടാ? അപ്പോൾ അതെ പിന്നെ നമ്മൾ കലം വെച്ച് വെള്ളം ഒഴിക്കണം. കുറച്ച് കഴിഞ്ഞാൽ വെള്ളം കാഞ്ഞ് കഴിഞ്ഞാൽ അരിയിടും. അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കാണിക്കാം. എൻ്റെ അടുത്ത പണിയിലേക്ക് ഞാൻ പോട്ടെ. ഈ ഡ്രസ്സൊന്ന് മാറണം. ഈ ട്രൗസർ ഒന്ന് മാറിയിട്ട് വേറെ പണീന ട്രൗസർ ഇടണം. ഈ ഡ്രസ്സ് മാറിയിട്ട് പച്ചക്കറിയുടെ ഇടയിലത്തെ പണി 1 മണിക്കൂർ. നമ്മുടെ പണി ആയുധം എല്ലാ ദിവസവും ഇങ്ങനെ കൊത്തി കളിക്കാണ്ടാവില്ല. എന്നാലും കൊത്തിയോടെ തന്നെ ഞാൻ വീണ്ടും കൊത്തും. കണ്ട നമ്മുടെ വെണ്ട അടിപൊളി വെണ്ടയില്ലേ ഓക്കെ. ഇതിൻ്റെ ഇടയിലത്തെ പുല്ല് വലിച്ചിട്ട് കൊത്തി കളച്ച് വെണ്ണൂറും ഇതൊക്കെ ഇടും. ആ അതെ നിനക്ക് പാലും ബിസ്ക്കറ്റും 1 ഗ്ലാസ് പാല് ബാഗ് ഇട്ട് ബിസ്ക്കറ്റ് എനിക്ക് അല്ലെങ്കിൽ കഴിയും. പെഡിഗ്രി വെണ്ട ഇടയിൽ നിറയെ പുല്ല. പപ്പി ഡോഗിന്റെ ഇതാണ് കേട്ടത്. ഡോഗ് ഫുഡ് അത് പാക്കറ്റാണ്. അത് ഇതിൽ പൊട്ടിച്ചിട്ടൂന്ന് മാത്രമേ. നമ്മുടെ വലിയൊരുക്ക് വാങ്ങിക്കണ ബിസ്ക്കറ്റാ. അത് കാലിയായിട്ടുള്ള ചെപ്പിലിട്ടതാട്ട. അല്ലാണ്ട് ഇതല്ലാട്ട അതിന് കൊടുക്കണേ. ഈ സാധനമാട്ട കൊടുക്കണേ. ചാലിനിപ്പോ നമ്മുടെ വീട് കാവല് ഒരു കാക്കകള് വരെ ഈ പരിസരത്ത് കിടക്കണ്ടായി. അല്ല കാക്കകളെ ഒക്കെ അതിന് ഓടിപ്പിക്കാള്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണില്ലേ, ഇതൊക്കെ ഒരു വ്യായാമത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കുനിഞ്ഞ് നിന്നിട്ടൊക്കെ ഇങ്ങനെ ഓരോ പണികളൊക്കെ ചെയ്യില്ലേ. അരിയിടാൻ തോന്നും. ഞാൻ അരി കഴുകി വരാം. ആ തീ കത്തുണ്ട് നന്നായിട്ടുണ്ട്. നോക്കിയേ വെണ്ടകൾ നോക്കിയാൽ എന്തൊരു ഭംഗിയുള്ള വെണ്ടകളായല്ലേ. ഇതുപോലെ ആരോഗ്യത്തിൽ വരുന്നുണ്ട്. ആ അതെ നമ്മള് സാധാരണ നമ്മൾ വിത്ത് കുഴിച്ചിടുമ്പോ വരാറില്ല. അല്ല ഇത് വിത്ത് മണ്ണുത്തിന്ന് വാങ്ങിച്ചല്ല. നമ്മുടെ ഇവിടുത്തെ വെണ്ട വിത്തിന്റെ ഇത് ആയതാണ്. ആ വലിയ നീളൻ വെണ്ടയില്ലേ. പയറും ഭയങ്കര ഇതിൽ വരുന്നുണ്ട്. പക്ഷെ പയറ് സാധാരണ ഇങ്ങനെ വരുമ്പോ പയറുണ്ടാവാറില്ലേ. എല്ലാ വലിയ ബലില്ലാണ്ട് വരുമ്പോഴാണ് നിറച്ച് പയറുണ്ടായി കിട്ടാറ്. പക്ഷെ വൈകിട്ട് പയർ വേണം ചേട്ടാ. അത് അതിൻ്റെ ഇത് വന്ന് വാങ്ങിക്കാം നമുക്ക് വിത്ത്. നമ്മളിപ്പോ ഇതിങ്ങനെ ഇരുന്നിട്ട് നമ്മൾ പ്രവൃത്തി ചെയ്യണമെന്ന് പറയാം. ഇപ്പം ഇരുന്നിട്ട് ഇങ്ങനെ വലിക്കുന്നു വിചാരിച്ച ഒരു ഉദാഹരണം ഞാൻ പറയണം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് യാതൊന്നും സംഭവിക്കുന്നില്ല. അല്ല ഞാൻ എൻ്റെ ഓരോ പരീക്ഷണങ്ങളാണ് കേട്ടോ. ആ സമയം നമ്മൾ നോക്കിയേ ഇങ്ങനെ നിന്നിട്ട് ആക്കാം. അപ്പോൾ ഒരു വ്യായാമമായിട്ട് മാറുന്നത് ഇങ്ങനെ. ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കേട്ടോ നമ്മൾ ശരീരം ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ നിൽക്കല്ലേ. മറ്റ് വെറുതെ ഇരുന്ന് നമ്മൾ അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ എന്താ പറയുക, അങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ അലസന്മാരായിരിക്കും. അലസന്മാരായിട്ട് ഒരു വേണം വേണ്ട എന്നുള്ളതായിരിക്കും. പക്ഷേ ഇങ്ങനെ ഇങ്ങനെ കഥ മാറി. അങ്ങനെ നമ്മുടെ പുല്ല് വലിക്കൽ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഇടയിൽ വെറുതെ ഒന്ന് ഞാൻ കൊത്തി കളക്കിട്ടാ. ഇതിൻ്റെ ഈ കടയിലേക്ക് പോകാൻ പാടില്ല. അത് കട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊത്തലല്ല ശരിക്കും ഞാൻ ചെയ്യാട്ടോ. ഇപ്പം ഇതിൻ്റെ ഇടയിൽ നമുക്ക് ആഞ്ഞ് കൊത്താൻ പറ്റില്ല. ഞാൻ കൊത്തുന്നെങ്കിൽ അത് പരമാവധി നമ്മുടെ ശരീരം ഇളകണം. കണ്ട ഇങ്ങനത്തെ കൊത്താണ് കൊത്ത. പക്ഷെ ഇങ്ങനത്തെ കൊത്ത് ബാക്കിയുള്ള സ്ഥലത്ത് ഒന്നുമില്ല സ്ഥലത്ത് കൊത്താൻ പറ്റില്ല. ഇതിൻ്റെ അടുത്ത് കൊത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെണ്ടക്കായരെ കടകൾ ഇളകും. അപ്പോൾ ഇതിനിപ്പോൾ പതുക്കെന്ന് ചെനക്കി വിടണം ചെയ്യാൻ പറ്റില്ല നമുക്ക്. കണ്ട ഇങ്ങനെ ആക്കാൻ പറ്റില്ല. പുല്ല് വലിച്ചു കഴിഞ്ഞാൽ ഇത്തവണ വെണ്ടക്കായ ഞാൻ നോക്കി അടിപൊളിയിട്ടുണ്ടാവും. അല്ലേട്ടൻ്റെ കൊത്തി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. 7 കിലോയാണ് തൂക്കം. 7 കിലോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറയും ഇത്രയ്ക്ക് കനള്ള കൊത്തി വെച്ചിട്ട് ഇങ്ങനെ കൊത്തി ഓരോ വട്ടം പൊക്കി കൊത്തണ്ടേ. ഞാൻ പറഞ്ഞു പക്ഷേ ആൾ കൂട്ടാക്കില്ലേ. ഇതിപ്പോൾ അത്രയ്ക്ക് തൂക്കലില്ല. അതൊരു 4 കിലോയാണ്. എന്നിട്ട് അപ്പം 3 കിലോനും കൂടി തൂക്കം കൂടി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് നല്ല ചോദിക്കുക. അത് ആ കൊത്തി ഒരു തവണ അത് നമ്മൾ വാങ്ങിച്ച കൊത്തിയായിരുന്നു. തെറ്റി വാങ്ങിച്ച അല്ല. എന്നിട്ട് തമിഴന് കൊടുത്തപ്പോൾ തമിഴൻ 2 കൊത്ത് കൊത്തിയിട്ട് പറഞ്ഞു എനിക്ക് പറ്റില്ല ഇതുകൊണ്ട് കൊത്താന്ന് പറഞ്ഞു. തൂക്കം കൂടി പെട്ടെന്ന് ക്ഷീണിക്കില്ലോ. പണിയാൻ പറ്റില്ല. 4 മണി വരെ ഉച്ച വരെ പോലും പണിയാൻ പറ്റില്ല തൂക്കം കൂടിയിട്ടുള്ള കൊത്തി വെച്ചിട്ട്. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഇങ്ങനെ അങ്ങോട്ട് കൊത്തി കളക്കൽ കഴിഞ്ഞപ്പോൾ ആകെ നല്ല ഭംഗി. അപ്പോൾ ഇനി ഇതിലേക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് പറഞ്ഞാൽ വെണ്ണൂറ് ഇടും. അപ്പോൾ സരിത എനിക്ക് ഇതിൻ്റെ ഇടയിൽ
ഒരു സ്നാക്സ് അല്ല എന്തെങ്കിലും കുറിക്കാനായിട്ട് കൊണ്ടുവരും. അപ്പോൾ അത് അവളെ കയ്യിലുണ്ട. അതിനെ രാത്രി ക്യാരറ്റും കുക്കുംബറും മാത്രമാണ് ചേട്ടൻ കഴിക്കണത്. അപ്പം കാലത്ത് എണീക്കുമ്പോൾ ആവുത് വേണ്ടേ എന്തെങ്കിലും ചെറുതായിട്ട്. ഇതൊന്നും ചേട്ടനൊന്നും ആവില്ല. അവിടെ അല്ലേ ചേട്ടൻ പറയും പള്ളിയൊക്കെ തീച്ച പോയ പോലെന്ന്. അത്ര ഉള്ള ചേട്ടൻ 4 അണ്ടിപ്പരിപ്പ്, 4 പിസ്ത, 4 ബദാം വെള്ളത്തിലിട്ടിട്ട് അതിന്റെ തൊലി കളഞ്ഞത്. അതിൻ്റെ ഒപ്പം കുറച്ച് വെള്ളം കുടിക്കും. ഇതാണ് എൻ്റെ പണി. സാധാരണ ഇങ്ങനത്തെ സാധനങ്ങൾ ചേട്ടൻ പാക്കറ്റ് അടക്കം കൈ പിടിച്ചിട്ടാണ് ടിവിയുടെ മുമ്പിൽ കഴിക്കാതിരിക്കുക. അപ്പോൾ അതൊക്കെ മാറ്റി അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ദിവസത്തിനുള്ളിൽ അത് തീർത്തില്ലേ സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസങ്ങളിൽ കഴിച്ചോടുന്നില്ല ഈ സാധനം. അപ്പോൾ ഇവിടെ പിന്നെ പറഞ്ഞു ശരീരത്തിന് ബലം ഉണ്ടാവണ്ടേ എന്ന് പറഞ്ഞിട്ടേ എന്താ അണ്ടിപ്പരിപ്പ്, നല്ല മുഴുത്ത അണ്ടിപ്പരിപ്പ് വേണം നിനക്ക്. വേണ്ട, ഇത് നിനക്കുള്ളതല്ല, അവനെ കൂടിയിട്ടുള്ളതെന്ന് വിചാരിക്കുക. തീ കെട്ടുന്നതുകൊണ്ട് പോകാണ്ട് വേണ്ട. ബദാം കാപ്പിയാണ് കേട്ടാ, ചേട്ടനുള്ളതല്ല, എനിക്ക് ഇനി ഇതിനുള്ളതാ. ബ്രൂ കാപ്പി. ഓ ഈ പുകവനുണ്ട ഒന്ന് നിൽക്ക്. തീ ഒന്ന് കത്തിയട്ടെ. ആഹാ വാട്ടേ പുക. ഞാൻ ശ്വാസം എടുക്കാൻ വന്നതാ. ചേട്ടൻ തൊട്ട് കുത്തിയേറ്റത്. ആഹാ കൂടിയിട്ട് പോകാൻ അറിഞ്ഞു. എന്തുട്ടേല് വെച്ചത്? ചേർട്ട അതെന്തുണ്ടായിന്നറിയോ? ചേർട്ടാരുടെ ഉള്ളിൽ ചെറിയ കൊപ്പയുണ്ടാവും. ആ അതന്നെയാണ് ഒരു കുത്തു വരണേ തൊണ്ടയിലേക്ക്. അരിയോ ഞങ്ങളുടെ കാപ്പി പുക മണാവോ? ആ കത്തി. അതൊരിക്കലും പുക മണം പറ്റിയ. ഞാൻ കാപ്പി കുടിക്കട്ടെ? കാപ്പി കുടിക്കുമ്പോൾ കൊതി തോന്നും. കുടിച്ചോ നോക്കിയിട്ട് മണം. എന്തൊരു മണല്ലേ കാപ്പിയിലെ, പ്രലോഭിപ്പിക്കുന്ന മണം. ബ്രൂ കാപ്പീനെ ചേട്ടന് കാപ്പി കുടിക്കാൻ തോന്നി എന്തൊട്ട് ചെയ്യ ചേട്ടൻ? കാപ്പി കുടിക്കാൻ തോന്നിയത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ എനിക്കിത് വന്നിട്ടുണ്ടെങ്കിൽ കുറേ പുല്ലാണ്ട് വലിക്കും കേട്ടാ. ഇനിയിപ്പോൾ അതിനും പറ്റിയില്ലെങ്കിൽ ഞാൻ ഇതേ 2 ചള്ള് കോവക്കായില്ലേ ഇതേ അതാണ്ട് പൊട്ടിച്ചാണ്ട് തിന്നും കേട്ടാ. ഇനി അതുകൊണ്ട് എനിക്ക് നിന്നില്ല. 4 പപ്പടങ്ങൾ കാച്ചു അങ്ങനെ പറയും. പപ്പടമില്ല, ഈ കൊത്തിയില്ലേ, കൊത്തി എടുത്തിട്ട് ഇങ്ങനെ 2 കൊത്തും. ഇതിലെന്തായാലും നിൽക്കും. കാരണം അപ്പോഴേക്കും എൻ്റെ ഇതൊക്കെ പോയിട്ടുണ്ടാവും ആവേശം. ഇന്നസെൻ്റ് പറയില്ലേ, അപ്പൊ ചേട്ടൻ കല്യാണം കഴിക്കാത്തതിൽ ഒരു വിഷമമില്ലേ? അതല്ലേ അങ്ങനെ വിഷമം തോന്നി ഞാൻ 4 പപ്പടങ്ങൾ കാച്ചും അതല്ലേ? അല്ല കൂട്ടാലിട്ട് 2 ഇളക്കം കൂടെ ഇളക്കും. ആദ്യം അറിയില്ലെങ്കിൽ 4 പപ്പടം കാച്ചും. അങ്ങനെ ഇങ്ങടെന്ന് അയ്യോ ഇത് അണ്ണാറകണ്ണന്റെ കൂട് വീണതാന്നുകൊണ്ട് അതിന്റെ മോളിൽ നിന്ന് വീണതാവും ആ മരത്തിന്റെ. സനോജി പറയല്ലേ ഇതിന്റെ മുകളിലത്തെ ഈ ഷീറ്റ് മാറ്റിയിട്ട് പനോല മേയ. നമ്മൾ ഓരോ പണികൾ കഴിയുമ്പോഴും കഴിഞ്ഞു, ഇനി കഴിഞ്ഞു, ഇനിയൊരു കാലയളവിലേക്ക് നമ്മളുടെ വീട്ടിൽ ഇനി പണികളൊന്നും ഇല്ലയെന്ന് വിചാരിക്കുമ്പോഴേക്കും ഇങ്ങനെ കമൻസ് വരും. അതങ്ങനെ ചെയ്യൂ, ഇതിങ്ങനെ ചെയ്യൂ, നിങ്ങളുടെ കുടിയിൽ ഈ ഓല മേഞ്ഞത് മാറ്റിയിട്ട് മറ്റേൻ്റെ പോലെ. ഇതിന്റെ മുകളിൽ ഷീറ്റ് കാണുന്നുണ്ട്, കണ്ട ഷീറ്റ് കാണുന്നുണ്ട് അകലെന്ന് കാണുമ്പോൾ. ഷീറ്റുള്ളത് കൊണ്ട് അത് ഇത്ര നാളിങ്ങനെ നിന്ന് ഈ ഓല അല്ലെങ്കിൽ എന്നെ ഓല ദ്രവിച്ചു പോയിണ്ടാവും. ഓല ആ 6 മാസം മഴക്കാലം കഴിഞ്ഞോടുകൂടി കഴിഞ്ഞു പോയിണ്ടാവും. ഇത്ര തല്ലിപ്പൊടി ഓല വാങ്ങിച്ചപ്പോഴേ പൊട്ടയായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞേ പനോല മേയാനിട്ട്. അപ്പൊ ഇതിന്റെ മുകളിൽ ഓട് മേയാണെങ്കിൽ അതും കൂടി കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ടല്ലോ. പനയോലല്ല നമുക്ക് ഓട് മേയാം അവിടെ അതിന്റെ പോലെ. പനോല പാലക്കാടിന്റെ പോലെ. പാലക്കാടിന്ന് ഈ പനോരം മോളിൽ നിന്നൊക്കെ ഓല വെട്ടി കൊണ്ടുവരുമ്പോ എങ്ങനെയും ഒരു 10,000 രൂപ ചെലവാ. അതെ, ഇതിപ്പോ ഓട് മേയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ ഒരു സാധനം കൂടി മാത്രം അടിക്കാൻ വേണ്ടോ, ബാക്കി എല്ലാം ഓക്കെയാണ്. ഫ്രെയിമുണ്ട്, പിന്നെ ഇടയിലൊക്കെ മറ്റേ സാധനങ്ങൾ പട്ടികള് അല്ലേ ആ സാധനങ്ങൾ അതൊക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ മാത്രം 1, 2, 3 എണ്ണ കൊടുക്കണ്ടോ, എന്നിട്ട് ഓട് മേയാവുന്നുള്ളൂ. വരട്ടെ ഇനിയിപ്പോ അതൊക്കെ അവിടെ നിൽക്കട്ടെ, തൽക്കാലം ഇത് തന്നെ പോട്ടെ. പിന്നെ പ്ലാവിന്റെ ഭാഗമാണ് വൃത്തിയാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ചായ കുടിക്കാം. രസമായിട്ട് തടാം, ഒന്നല്ല തടങ്ങണ്ട.
സരിത അപ്പോൾ ഇത് നമ്മുടെ ഇതിലേക്ക് വെണ്ണൂറൊക്കെ ഇട്ട് ഇതാക്കിയിട്ടാ സരിതയ്ക്ക് ഇത് മോട്ടർ ഇട്ടെ ഇത് നന്നായി നനയ്ക്കുക. ഇത് പനി വെള്ളം വിട്ടു ഇരിക്കും. ഈ വേപ്പിൻ്റെ കടയിലേക്ക് ഈ സാധനം വെച്ചുകൊണ്ട് നിന്നറിയും. ഈ വെണ്ടര ഇടയിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പ് വെള്ളം നല്ല പൈപ്പിന് നല്ല സ്ട്രോങ് എന്നല്ല, പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിന് നല്ല ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ വെണ്ടര കടയിലേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടയൊക്കെ മറയും. അതിൻ്റെയൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അങ്ങനെ വെണ്ടര പണി കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 4 വഴുതനങ്ങയുണ്ട്. വഴുതനങ്ങ കണ്ട് വലുതാവണില്ല. അപ്പം വഴുതനങ്ങയുടെ തടം ഇനി ശരിയാക്കലാണ് പണി. ഈ തടൽ വഴുതനങ്ങ മുങ്ങിപ്പോയി. വഴുതനങ്ങ വലുതാവാത്തതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു നാടൻ പപ്പീൻ്റെ കണ്ട. ആ പപ്പ വന്ന കാരണമാണ് വഴുതനങ്ങ വലുതാവേണ്ടിരുന്നത്. ഇതിലിടയിൽ മുങ്ങിപ്പോയി വഴുതനങ്ങ. അപ്പോൾ ഇതിലത്തെ പുല്ല് വലിച്ചിട്ട് കൊത്തി കളച്ചിട്ട് ഇങ്ങനെയാക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ സരിത എനിക്ക് മുള്ളഞ്ചീരി ഉണ്ട്. നമുക്ക് ആക്കിയപ്പോഴേ കയ്യുമ്പോൾ മുള്ള് കയറിയതാണ്. കാരണം മുള്ളഞ്ചീരി ഇടയിലുണ്ട്. എനിക്ക് കാലത്തേക്കുള്ള കഞ്ഞി വയ്ക്കും. അപ്പോൾ കഞ്ഞി വയ്ക്കുന്നത് എന്തിനാണ് അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കാണിക്കാം. ഇതാണ്. അപ്പോൾ ഇതിൽ വെണ്ടര ഇടയിൽ നിറഞ്ഞു വെള്ളം. അതായത് നല്ല പോലെ മണ്ണ് ഇളകിൻ്റെ അർത്ഥം. ഇത് കുമ്മായൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടിയിട്ടായി കാരണം എന്തുകൊണ്ട് നല്ല വളർച്ച. കാലത്ത് കഞ്ഞി കുടിക്കാനായിട്ടേ നമ്മൾ ഇത് പിടിച്ച ബ്ലാക്ക് അരിയാണ് വാങ്ങിക്കാറ്. ബ്ലാക്ക് വേണ്ട, ഇത് ഈ അരിയാണ് ഇപ്പോൾ വാങ്ങിച്ചു കൊടുത്തിട്ട്. അത് ഇതിൻ്റെ ഈ അരിയുടെ പേര് കാലത്ത് കഞ്ഞി കുടിക്കാനായിട്ട് കബനി വയനാടൻ. കബനി എന്ന് പറഞ്ഞ അരിയാണ്. തവിടോട് കൂടിയ വയനാടൻ തൊണ്ടി അരി, ഇരിപ്പൂ പുഴുക്ക്. ഇതിൻ്റെ വില എത്രയെന്ന് അറിയോ? 1 കിലോന് 142 രൂപയാണ് ഇതിന് വില കേട്ടോ. ഇത് 2 പിടി കുക്കറിൽ സരിത വയ്ക്കും അവിടെ കൈകൊണ്ട്. 1 ഈ 2 പിടി എടുക്കും കണ്ട. അപ്പോൾ 1 കിലോന് കൊണ്ട് നമുക്ക് കുറേ ഒരു 2 അത് കുക്കറിൽ ഒരു വിസിലടുപ്പിച്ചിട്ട് ഒരു 20 മിനിറ്റ് എന്നാലൊരു മയ ഉണ്ടാവില്ല. മറ്റേ ബ്ലാക്ക് റൈസ് ആണെങ്കിൽ നല്ലതാ. അത് കിട്ടിയില്ല. ബ്ലാക്ക് റൈസ് ഉണ്ട് കറുത്തത്. അപ്പോൾ അതിന് 340 രൂപ. അതിനൊരു 1 കിലോന് 340 രൂപ 360 രൂപ വരെയുണ്ട്. അതില്ല, കിട്ടാനില്ല. അപ്പോൾ ഇതാക്കി പിന്നെ 1 മണിക്കൂർ കളയ്ക്കും. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ചീരപ്പേരി വയ്ക്കും. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ചീര നമ്മുടെ വീട്ടിലുള്ള കാരണമാണ് അതൊക്കെ ചെയ്യണത്. ഇല്ലെങ്കിൽ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ കളക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഒരു ചീരപ്പേരി നമ്മൾ വീട്ടിൽ തന്നെ ചീരകളെ കൊണ്ട് ഒരു ഉപ്പേരി വയ്ക്കാൻ പോകണം കേട്ടോ. ഇതിന് ഗംഭീരമായ ടേസ്റ്റൊന്നും പ്രതീക്ഷിക്കുന്ന സാധനമല്ല കേട്ടോ. ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. വെറുതെ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാക്കാനുള്ള ഒരു കാര്യം മാത്രം ഇതിൽ ചെയ്യുന്നില്ല. പല ടൈപ്പ് ചീരകളുണ്ട് ഇവിടെ. അധികം വേണ്ട, എനിക്ക് കഞ്ഞിക്ക് മാത്രം. ചെറിയ എണ്ണയ്ക്ക് ഇതിങ്ങനത്തെ പൂവൊക്കെ ഇട്ട് ഇതിൻ്റെ പൂവൊക്കെ ഇല്ല, ചീരയുടെ പൂവ് വിത്തൊക്കെ അതൊക്കെ ഇട്ടിട്ട് വയ്ക്കും. ഒക്കെ കൂടിയിട്ട് അരിഞ്ഞിട്ട് ഒറ്റ വെപ്പാണ്. വേറെ ഒന്നും നോക്കുന്നില്ല. ചാർലി വന്നു ഇപ്പം എനിക്ക് കഞ്ഞിക്കുള്ളതായിട്ടാ. മണിത്തക്കാളി വേണ്ട, കഴുകുക, അരിയുക, അത്രയുള്ളൂ. ഈ സമയത്ത് അങ്ങനെ പുഴുണ്ടാവാറില്ല. അല്ലെങ്കിൽ നന്നായി നോക്കേണ്ടവരെ. ഈ ചാടുപെടുന്ന അരിയിൽ ഇതിലൊന്നും സമയം കളയാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ അകത്താണ് ചെയ്യുന്നത്. അകത്ത് ചെയ്യുമ്പോൾ എനിക്ക് അധികം സമയം വരില്ല. വീഡിയോ ഇട്ടെടുക്കുന്ന കാരണം പുറത്തേക്ക് ഞാൻ വന്നത് മാത്രമല്ല കേട്ടോ. ഇത് കുറച്ച് മുരിങ്ങയിലയും കൂടി ഇടും കേട്ടോ. അത് വേറെ ലാസ്റ്റ് ഇപ്പോഴല്ല. അരിയിൽ കഴിഞ്ഞു. കഞ്ഞി വെന്തൂല്ലേ. ഈ അടുപ്പത്ത് തന്നെ വയ്ക്കാം നമുക്ക്. ഈ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടേ അവിടെ ചീഞ്ചട്ടി ഈ ഒരു സ്വല്പം വെളിച്ചെണ്ണ കേട്ടോ. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുള്ളൂ. അതിലേക്കുള്ള ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിനും ഗംഭീരമായി പാചകമായിട്ട് കണക്കാക്കിയിട്ടാണ്. എനിക്ക് വെറുതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഇത് മാത്രം, ഒരു പ്രകൃതി പാചകം. വേറെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന സാധനങ്ങളൊന്നും ചേർത്തിട്ടുള്ളതല്ല. ഒരു 5-6 മണി കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ ഇവിടെ ചീരയുടെ തണ്ട് തണ്ടുകൾ ആദ്യം ഇട്ടില്ലെങ്കിൽ ആടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇലകൾ കൊണ്ടിരുന്നു കേട്ടോ. റോക്ക് സാൾട്ട് വേണമെങ്കിൽ നമുക്ക് ഇടാം കേട്ടോ. നമ്മുടെ ശരീരത്തിന് അതാണ് നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിടാം.
കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് ഇടുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി. സംഗതി കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ വാടി കഴിയും. ഇതിങ്ങനെ വാടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ നമുക്ക് 2 തണ്ട് മുരിങ്ങയില ഇല. മുരിങ്ങയില എപ്പോഴും നമുക്ക് വേണമല്ലോ. ഏത് സമയത്തും നമ്മുടെ ശരീരത്തിന് ഏറ്റവും പറ്റിയ ഏറ്റവും ഗുണമുള്ളതാണ് മുരിങ്ങയില. മുരിങ്ങയില കിടക്കുന്നത് നിറച്ച് വിരിഞ്ഞ് കിടക്കുകയാണ്. തല വെട്ടുമ്പോഴേ അത്രയ്ക്കധികം ഉണ്ടാവും. അധികം എടുക്കണില്ല. കഴുകി വെറുതെ ഇല്ല. ഇനി ഇതിലേക്ക് ഈ മുരിങ്ങയില ഇലയും കൂടിയും കഴിഞ്ഞു. മുരിങ്ങയില പച്ചക്കുത്തുനിന്ന് പോകണം. ഇത് റെഡി ചെയ്യുമ്പോഴേക്കും എൻ്റെ കഞ്ഞി റെഡി ഉണ്ടാവും. അപ്പോഴേക്കും ഞാൻ ഒന്ന് കുളിക്കും. കഴിഞ്ഞു എൻ്റെ സെറ്റപ്പ്. കാലത്തെ പുകയിലെ തടുപ്പ് മാറ്റാൻ പോകണം കേട്ടോ. പുകയിലെ തടുപ്പല്ല, പുകയിലെ അടുപ്പ് മാറ്റാൻ പോകണം. സാധനം സെറ്റായിട്ടാ. ഇനി കഞ്ഞി എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. നമ്മുടെ കുക്കറിലത്തെ കഞ്ഞി കൊടുന്നു കേട്ടോ. അത് തുറക്കാം. കംപ്ലീറ്റ് പോയില്ല. ഞാൻ ഇതിലൊരു സ്വല്പം ഉപ്പിട്ടിട്ടുണ്ട്. അവിടെ ഉപ്പിട്ടിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഭയങ്കര ചൂടായി. നമ്മുടെ ചീഞ്ചട്ടിയിലത്ത് കൂട്ടാൻ ഇത് കേട്ടാ. ഇതൊന്ന് ചൂടാറണം. ചൂടാറി കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കും. ഈ കഞ്ഞി കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടേതായിട്ടുള്ള സാധാരണ പണികളില്ല, നമ്മുടെ ജോലികൾ എന്തിനാണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യുക. പിന്നെ ഉച്ചയ്ക്ക് നല്ലപോലെ ചോറുണ്ട്. ഇതിൻ്റെ ഇടയിൽ ചായ കുടി അങ്ങനെ വേറെ ഒരു സാധനങ്ങളും കഴിക്കില്ല. പിന്നെ പകലുറക്കില്ല. ഉച്ച തിരിഞ്ഞ് ചായ ഈ മറ്റേ ഇതുകളില്ലേ, ഈ എന്താ പറയുക, അയ്യോ ഉച്ച തിരിഞ്ഞ് എന്താ പറയുക അതിനെ, ഞാൻ ഉച്ചതിന് ചായ കൂടി പിന്നെ എന്താ ഈ വല്ല പരിപ്പ് വടയോ അല്ലെങ്കിൽ ഉഴുന്ന് വടയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല. ഇനി വൈകുന്നേരം കുക്കുംബറും ക്യാരറ്റും അരിഞ്ഞ് അതിൽ ഇത്തിരി ചേർന്ന് അരങ്ങി പിഴിഞ്ഞ് കഴിക്കും. പിന്നെ വേറൊരു ഭക്ഷണമില്ല. അതാണ് നമ്മുടെ രീതി. പഞ്ചസാര ടൈപ്പ് സാധനങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ ഒന്നും കഴിക്കില്ല. ചീര നല്ല രസമുണ്ട്. ചീരി മുരിങ്ങയില കൂടിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. നല്ല രസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട മുരിങ്ങയുടെ ഒരു തണ്ട് വരിയിട്ട് കട അതൊക്കെ ഞാൻ കഴിക്കും. അപ്പോൾ ഫൈബറല്ലോ. കഞ്ഞിക്ക് ചൂടുണ്ട്. വായ പൊളി ചൂടാത്ത ചീര കൂട്ടാൻ കഴിക്കാം.